ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുക, എ ബുക്ക് വർത്ത് 250 rupees is sold at a discount of 20%. Which of the following shows its a selling price? എന്നൊരു രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശരിക്കും ആ ബുക്കിന് എത്ര രൂപ കൊടുക്കാം? എത്ര രൂപ കൊടുക്കേണ്ടതാ പറ്റും? 250 rupees കൊടുക്കാം. പക്ഷെ ആ കടക്കാരൻ സോൾഡ് ചെയ്തത് 20% ഡിസ്കൗണ്ടിനാണ്. അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാലോ, ശരിക്കും ആ പ്രൈസ് 100% എന്ത് ചെയ്യേണ്ടതാണ്? 100% എന്ന് പറഞ്ഞാൽ ആ 250 തന്നെ കൊടുക്കേണ്ടതായിരുന്നു. 100% ആ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആണ് അല്ലെ, ഒരു കുറവുമില്ല കൂടുന്നുമില്ല, ഇല്ലല്ലോ, 100% ആണ്, അത് ഫിക്സ് ആണ്. ശരിക്കും 100% കൊടുക്കേണ്ടതാണ്. പക്ഷെ കടക്കാരൻ അത് എന്ത് ചെയ്തു? 100% ആ ശരിക്കും ആ പ്രൊഡക്റ്റിന്റെ 100% കൊടുത്തത്, അതിന്റെ 20% കുറച്ചിട്ടാണ്, ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്? അത് വിറ്റേന്ന്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഈ 100% നിന്ന് എത്ര മൈനസ് ചെയ്തിട്ടാ ചെയ്തേ? 20% മൈനസ് ചെയ്തിട്ടാണ് കടക്കാരൻ അത് സെല്ല് ചെയ്തതെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 100 - 20. ഈ ലെവലിലേക്ക് നമ്മൾ എത്തണം ആദ്യം. അപ്പൊ ഒന്നുകൂടെ ആലോചിക്കുക, ഈ ബുക്ക് ശരിക്കും 250 കൊടുക്കുകയാണെങ്കിൽ അത് ആ ബുക്കിന്റെ ശരിക്കും 100% പ്രൈസ് ആണ് അല്ലെ, റുപ്പീസ് ആണ്, 100% ആണ്. പക്ഷേ കടക്കാരൻ സോൾവ് ചെയ്തത് 20% കുറച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 നിന്ന് 20% കുറച്ചു. അതിന്റെ അർത്ഥം എന്താ? 80% ആയിട്ടാണ് ഈ റുപ്പീസിന്റെ 80%ലാണ് എന്ത് ചെയ്തത്? കടക്കാരൻ കൊടുത്തത്. അപ്പൊ എന്തായിരിക്കും സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് നമുക്കും അറിയാലോ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഒന്ന് കുറയാണ് ചെയ്യുക അല്ലെ. സെല്ലിംഗ് പ്രൈസ് അല്ലെ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ആ എമൗണ്ടിന് കുറയാണ്. 100%-നല്ല നമ്മൾ കൊടുത്തത്. എത്ര പെർസെന്റേജിനാണ്? 80% ആണ്. ഏത് എമൗണ്ടിലാണ് കൊടുത്തത്? 250. ഇനി 80% എന്താന്ന് അറിയണം അല്ലെ. 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്രയിലാണ് നമ്മൾ നോക്കുന്നത്? 100-ലാണ് അല്ലെ. അപ്പൊ 100-ലാണ് എന്ത്? 80% എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട്. 100-ലെ 80 എന്നുള്ള ഒരു മീനിങ് കൂടി ഉണ്ട് കേട്ടോ. ഇൻറ്റു എന്താണ് നമ്മൾ ചെയ്യുക? പ്രൈസ് അല്ലെ. ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 80% ഇൻറ്റു 250. പെർസെന്റിനെ മാറ്റി 80/100 ഇൻറ്റു, ഇപ്പോഴും ഇൻറ്റു തന്നെ 250. അപ്പൊ 250-ന്റെ 80% നമ്മൾ ആലോചിച്ചാൽ മതി. എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടും കൂടി എടുക്കുക. അപ്പൊ ആ കോഡ് കിട്ടി കഴിഞ്ഞാൽ സെറ്റായി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ സീറോസ് ഉണ്ട്, എൻ്റെ സീറോസ് ഉണ്ട്. നോക്കിയേ, ഇവിടെ ഒരു 0 ഉണ്ട്, ഇതിലൊരു 0 ഉണ്ട്, ഇവിടെയും ഒരു 0 വെട്ടാം, ഇതൊന്നും ഒരു 0 വെട്ടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോസ് എൻ്റെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, കാരണം 100-ൽ 2 സീറോസ് ഉണ്ട്. 80-ൽ ഒരു 0 ഉണ്ടായിരുന്നു, എൻ്റെ 250-ൽ ഒരു 0 ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സീറോസ് വെച്ചിട്ട് ന്യൂമറേറ്റർ ഒന്നും ഡിനോമിനേറ്റർ ഒന്നും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇനി ഡിനോമിനേറ്ററിൽ 1 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ പിന്നെ ഡിവൈഡ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ സെയിം ആൻസർ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ 8 ഇൻറ്റു, ഇവിടെ ഒരു 8 മാത്രമേ ഉള്ളൂ, പിന്നെ നോക്കുമ്പോൾ ഒരു 25 ഉണ്ട്. 8 × 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും, സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, ശരിയായോ? സെറ്റല്ലേ? ഇതാണ് നമ്മുടെ പ്രോസസ്സ്. സെറ്റായി എന്ന് വിചാരിക്കുന്നു. നമ്മള് മുൻപ് ചെയ്തതും കൂടി വേണമെങ്കിൽ ഒന്ന് ചെയ്തു തരാം. മുമ്പ് എങ്ങനെ ചെയ്തു തരുന്നേ? ഡിസ്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് കാണും. ഇൻ കേസ് ഇനി ഡിസ്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടി വരും. ഡിസ്കൗണ്ട് എത്രയായിരുന്നു എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ഡിസ്കൗണ്ട് എങ്ങനെ കാണുക? 20% ആണ് ഡിസ്കൗണ്ട് കൊടുത്തത്. ഏത് റുപ്പീസിലെ? 250-ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തും? 20% ഓഫ് ഏത് റുപ്പീസിനാണ്? 250. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം എന്താ? 20 ഇൻറ്റു പറയുമ്പോ ഇൻറ്റു ആക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇതിലോട്ടോ ഈ ഒരു കേസിൽ മാത്രം. അപ്പൊ 20% എന്ന് പറയുമ്പോൾ 20/100 എന്ന് എഴുതാം. മറക്കരുത്, 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20/100 ആണ്. വേറെ ഒന്നും ഇതിൽ മാറ്റമില്ല.
ഇനി ഇവിടെ 2 സീറോ വെട്ടിപ്പോവും അല്ലെ. ന്യൂമറേറ്ററിലും 2 സീറോ എൻഡിലുണ്ട്, ഡിനോമിനേറ്ററിലും 2 സീറോ കാണാനുണ്ട്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 into 25 എന്താണ് ആൻസർ വരിക? 50. ഇനി നമുക്ക് ഡിസ്കൗണ്ട് കാണണം. ഡിസ്കൗണ്ട് കണ്ടു അല്ലെ. ഡിസ്കൗണ്ട് കാണണം എന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തോളൂ. ഡിസ്കൗണ്ട് കാണണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം, ഡിസ്കൗണ്ട് ഫൈൻഡ് ദി ഡിസ്കൗണ്ട്, വാട്ട് ഈസ് ദി ഡിസ്കൗണ്ട് എന്നൊക്കെ ചോദിക്കും. സോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ചെയ്യാം. ഇനി സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്താ? എങ്ങനെ കാണാം സെല്ലിംഗ് പ്രൈസ്? ആ ഒറിജിനൽ പ്രൈസ് നിന്ന് ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം അല്ലെ? ഡിസ്കൗണ്ട് മൈനസ് ആവും. അപ്പൊ ഒറിജിനൽ പ്രൈസ് എത്രയാ? 250. അതിൽ നിന്ന് ഡിസ്കൗണ്ട് ആയിട്ടുള്ള 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 200 ആണ് അല്ലെ. അപ്പൊ അവർ ആൻസർ ഈസ് 200. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്യൂറിംഗ് ഓണം there is a 30% reduction in the price of handloom cloth. അപ്പൊ 30% ഡിസ്കൗണ്ട് എന്നുള്ള ടേമിന് മാറ്റി റിഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. 30% കുറയ്ക്കുന്നുണ്ട്. അപ്പോ 30% എവിടുന്ന കുറയ്ക്കണേ? 30% എവിടുന്ന കുറയുക? യെസ്, 3750 നിന്നാണ് കുറയ്ക്കേണ്ടത്. ഏത് ക്ലോത്ത് എടുത്താലും അതിൽ നിന്ന് 30% കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റുപ്പീസ് അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എമൗണ്ടിൽ നിന്ന് എത്ര പെർസെന്റേജ് കുറച്ചാൽ? 30% കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ ഡിസ്കൗണ്ട് ആണ് കാണാനുള്ളത്. അപ്പൊ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് കാണാനില്ല, ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് എഴുതിയാലും മതി. ഇവിടെ റിഡക്ഷൻ എന്ന വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, കുറയ്ക്കുക അല്ലെ. അപ്പൊ എത്ര കുറച്ചു? 30%. എത്രയെന്നാണ്? 3750. അപ്പൊ നേരെ ഇങ്ങനെ എടുത്ത് എഴുതാം. ഇനി 30% എന്താ നമുക്കറിയാം? 30/100 into 3750 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഇവിടെ 2 സീറോ ഉണ്ട്. ഈ 2 സീറോ ന്യൂമറേറ്ററിൽ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. 30ൽ ഒരു സീറോ വരുന്നുണ്ട്, 3750ലും ഒരു സീറോ. എൻഡിൽ തന്നെ ഇല്ലേ നോക്കാം കേട്ടോ. ഉള്ളിൽ ഒരു സീറോ ഉണ്ട്, അത് വെട്ടിക്കളയരുത്. അങ്ങനെ കുറെ പേര് ചെയ്യും, തെറ്റാണത്, മാർക്ക് കിട്ടില്ല. ഇനി ബാക്കിയുള്ളത് എന്താണ്? 3 ഉണ്ട്, പിന്നെ 375. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ ആൻസർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ സമയം കളയണോ? വേണ്ടല്ലോ, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയുണ്ടാവും. അപ്പൊ പിന്നെ അതിന്റെ ആൻസർ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ ഇതിന്റെ ആൻസർ 1125 ആണ്. 1125 ആണ്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് അല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അറിയാം നിങ്ങൾക്ക് അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം എന്ന് എനിക്ക് അറിയാം. 375 into 3 അല്ലേ? 3 നമുക്കറിയാം. 5 into 3 15 ആണ്. ഓക്കെ, റിമൈൻഡർ 1 ഉണ്ട്, അതവിടെ മറക്കാതെ ചെയ്തു വെക്കണം. ഇനി ചെയ്യുമ്പോൾ അടുത്ത സൊല്യൂഷനിൽ ഇതേപോലെ ചെയ്യണം. 7 into 3 21 ആണ്. 21ഉം 1ഉം 22 അല്ലെ. ഓക്കെ, ഇനി അപ്പൊ അത് നമ്മൾ ചെയ്തു. ബോറ ചെയ്തത് റിമൈൻഡർ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം കേട്ടോ. അത് നമ്മൾ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോ അത് വീണ്ടും മാറി ചെയ്യണ്ട. പിന്നെ 3 into 3 9 ആണ്. 9 + 2 11 ആണ്. അപ്പൊ കറക്റ്റ് ആയിരുന്നു അല്ലെ. ഇതേപോലെ ചെയ്താൽ മതി. അപ്പൊ റിഡക്ഷൻ കിട്ടി. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യന്റെ വേ മാറും, സെയിം ടൈപ്പാണ്. നമ്മൾ ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാണ്. ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒന്ന് മാറ്റി തരുന്നു മാത്രം. ആ ഒരു സിറ്റുവേഷനും മാറ്റി തരും. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ കിട്ടും നമുക്ക് കേട്ടോ. ഇനി എന്താണ്? എ ബിസിനസ് മാൻ ഡൊണേറ്റ് 2% ഓഫ് ഹിസ് മന്ത്ലി പ്രോഫിറ്റ് ടു ചാരിറ്റി. അപ്പൊ ഒരു ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? സമ്പാദിക്കുന്ന ആളായിരിക്കാം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മന്ത്ലി പ്രോഫിറ്റിൽ നിന്ന്
എത്രയാണോ ഏൺ ചെയ്യുന്നത്, ഇപ്പൊ എത്ര ഏൺ ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞേ, സർട്ടൈൻ മന്ത് ഹി ഗോട്ട് 25,000. 25,000 എന്ത് ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്. അതിലെ 2% അദ്ദേഹം ചാരിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമാണ് അല്ലെ. നമ്മളൊക്കെ നല്ലൊരു പൈസക്കാരായി അല്ലെങ്കിൽ നല്ലൊരു മന്ത്ലി സാലറി മേടിക്കുകയാണെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, ആയിക്കോട്ടെ, നല്ല കാര്യം. ഇപ്പൊ നമുക്ക് അതല്ലല്ലോ ഇമ്പോർട്ടൻസ്, അതും ഇമ്പോർട്ടൻസ് ആണ്, കാര്യം നല്ലതാണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. എന്താണത്, ഹൗ മച്ച് ഓഫ് ദിസ് ഡിഡ് ഹി ഡൊണേറ്റ് ടു ചാരിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എത്ര പെർസെന്റേജ് ആണ് അദ്ദേഹം കൊടുക്കുന്നത്, 2%. അദ്ദേഹത്തിന്റെ എത്ര എമൗണ്ടിലായിരുന്നു, 25,000ന്റെ 2% ആണ് കാണുന്നത്. അതിൽ നിന്ന് ഉറപ്പിച്ചു 2% ഇൻറ്റു 25,000 എന്നുള്ള രീതിയിലേക്ക് എത്താം. ഇനി 2% എന്ന് പറയുമ്പോൾ 2/100, 100ന്റെ 2 മാത്രമാണ് എന്താ 2% എന്ന് പറഞ്ഞാൽ. എന്നാ അത്രയെങ്കിൽ അത്ര നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത്രേ ഉള്ളൂ എന്നുള്ളതല്ല, അത്രയെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി 2/100 ഇൻറ്റു നമുക്ക് എന്താ ചെയ്യണ്ടേ, 25,000 കൂടി ചെയ്യണം. ഇനി ഇവിടെ 2 0 ഉണ്ട്, ഇതിലും 2 0 ഉണ്ട്, ക്യാൻസൽ ചെയ്യണം. അപ്പൊ ആൻസർ 2 × 250. 2 × 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒന്നുമില്ല, 250 ആഡ് ചെയ്താൽ പോലും നമുക്ക് കിട്ടും. 2 ടൈംസ് ചെയ്താൽ 500 ആണ് കിട്ടുക. അപ്പൊ അദ്ദേഹത്തിന് സാലറി 25,000 ഉണ്ടായിരുന്നു, അതിലൊരു 500 rupees മന്ത്ലി ആണ് എന്നുള്ളത് നോട്ട് ചെയ്തോളൂ. മന്ത്ലി അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നുണ്ട്. നല്ല കാര്യമാണ് അല്ലെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി ഓക്കെ ആയോ, സെറ്റ് അല്ലേ. അപ്പൊ ഈ 3 ക്വസ്റ്റ്യനും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണോ എന്ന് നോക്കാം. And electronic manufacturers sell some of their older models at a reduced price as shown in the table below. First one, devices ഏതൊക്കെയാ നോക്കൂ. ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, സ്മാർട്ട് വാച്ച് ഉണ്ട്. അപ്പൊ ഒറിജിനൽ പ്രൈസ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഉറപ്പിച്ചു എന്തോ ഒരു ഒറിജിനൽ പ്രൈസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നു. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ്, പഴയ സാധനങ്ങളായിരിക്കും അല്ലെ. ഓൾഡർ മോഡൽ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റെഡ്യൂസർ പ്രൈസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനും അവർ പറഞ്ഞിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് അതിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. റിഡക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ക്ലൂ. ഈ ക്ലൂ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ തന്നെ ആൻസർക്ക് എത്താം കേട്ടോ. ഫസ്റ്റ് വൺ ലാപ്ടോപ്പ് അല്ലേ. അപ്പൊ നമ്മൾ വേണമെങ്കിൽ ലാപ്ടോപ്പ് നേടിയും കൊടുക്കുക. ലാപ്ടോപ്പ് റിഡക്ഷൻ പ്രൈസ് അല്ലെ, റിഡക്ഷൻ പ്രൈസ് ഈക്വൽ ടു റിഡക്ഷൻ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 10% ആണ് കുറയ്ക്കണേ. ശരിക്കും ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% ആണ്. ശരിക്കും അദ്ദേഹം 100% കൊടുക്കാനാവും ആഗ്രഹിക്കുന്നുണ്ടാവുക. 10% കുറച്ചിട്ട് കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, ഇല്ലല്ലോ. പക്ഷെ ഇവിടെ കുറച്ച് കൊടുത്തേ പറ്റൂ. പഴയ ഡിവൈസസ് ഒക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ കൊടുക്കാലോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചതായിരിക്കാം. എനിക്ക് എന്താവട്ടെ. അപ്പൊ 10% കുറയ്ക്കുകയാണ്. 100% 10% കുറച്ചിട്ടാ കൊടുക്കണേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, 100 10 മൈനസ് ചെയ്താൽ 90% ആണ് ഈ എമൗണ്ടിന്. 90% ആണ് ഈ എമൗണ്ട്, ഈ ഒരു ഡിവൈസിന് അദ്ദേഹത്തിന് കിട്ടാം. 100% എമൗണ്ടും എന്ത് ചെയ്യുന്നില്ല, ഒറിജിനൽ പ്രൈസ് അവന് കിട്ടുന്നില്ല, ഇല്ലല്ലോ. 10% കുറച്ചിട്ടുള്ള പെർസെന്റ് വെച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതാണ് അവന് കിട്ടുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, 90% ഓഫ് 65,000 അല്ലെ. 65,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 90/100 ഇൻറ്റു 65,000 ശരിയാണല്ലോ. ഇനി ഇവിടെ 2 zeros ഇവിടെ ഉണ്ട്,
ഈ 2 സീറോ ഞാൻ 65,000 2 സീറോ ക്യാൻസൽ ചെയ്തു കേട്ടോ. 19 ഒന്നും ചെയ്തില്ല, അവിടെ ഇരിക്കട്ടെ. ഇനി എന്താ ചെയ്യാ, നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം ആൻസർ. എനിക്ക് ആൻസർ കിട്ടുക 58,500 58,500 ആണ് എനിക്ക് കിട്ടിയ ആൻസർ. ശരിയാണോ നോക്കാം. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് 6565. അതുപോലെ ഒരു സീറോ കൂടി ഉണ്ടായിരുന്നു അല്ലെ, സീറോ കൂടി ഇട്ടോളൂ, ചെയ്താലും മതി. പിന്നെ എന്താണ് ഇന്ത്യ ചെയ്യേണ്ടത്, 90 അല്ലെ. ഇവിടെ രണ്ടിലും സീറോ ഉണ്ട് അല്ലെ, ഞാൻ സീറോ ഇല്ലാതെ ചെയ്യാണ്. 2 സീറോ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, വെട്ടുന്നുണ്ട്. ഇത് തൽക്കാലം അത് ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇത് ശരിക്കും ഉണ്ടായിരുന്ന സീറോ ആണ്, ഞാനിപ്പോ തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല. ഇനി അത് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ 5 into 9 എന്ന് പറയുമ്പോൾ 45, 4 റിമൈനിങ് വരും. ഇനി 6 into 9 എന്താ 54 അല്ലെ, 54 ആണ്. 54 + 4 58, ശരിയല്ലേ. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് വെച്ചു. ഇനി 2 സീറോ ഞാൻ ആഡ് ചെയ്തില്ല പറഞ്ഞില്ലേ, ആ 2 സീറോ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ അവർ ആൻസർ ഈസ് 58,500 ആണോ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അതെ, കറക്റ്റ് ആണ് കേട്ടോ. മൂവ് ടു നെക്സ്റ്റ്. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, ഇങ്ങനെയും വരാം കേട്ടോ എക്സാമിന്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 3 മാർക്ക് 4 മാർക്കൊക്കെ നമുക്ക് ഒറ്റയടിക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. തെറ്റിക്കാതെ ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അറിയാമല്ലോ. അപ്പൊ തെറ്റാതെ മൾട്ടിപ്ലൈ ചെയ്തവർക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇനി മൊബൈൽ ഫോണിലും ഇതേപോലെ ഒറിജിനൽ പ്രൈസ് 100% ആയിരുന്നു, അത് മറക്കരുത്. അതിൽ നിന്ന് 20% മൈനസ് ചെയ്തിട്ട്, അതിന്റെ 20% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 100 20% മൈനസ് ആയി കഴിഞ്ഞാൽ 80 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എത്ര പെർസെന്റിലാണ്? ഈ ഒറിജിനൽ പ്രൈസ് ശരിക്കും 100 കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ അവൻ എന്ത് ചെയ്തു, 80%, ആ എമൗണ്ടിന്റെ 80%ലാണ് അവൻ അത് കൊടുക്കണേ. അപ്പോ 80%ലാണ് എമൗണ്ട് എത്രയായിരുന്നു, 25,000. 80%ലാണ് അവൻ എന്ത് ചെയ്യുന്നത്, അത് കൊടുക്കണേ. അതിന്റെ അർത്ഥം എന്താ, 80/100 into 25,000. ഈ 2 സീറോ വെട്ടി പോവുക. ആൻസർ എന്താ വരിക, 8 into 250. 8 into 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താ വരിക, 8 into 250 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ വരിക, 20,000. ശരിയല്ലേ, 20,000 ചെയ്ത് നോക്കൂ കേട്ടോ. നെക്സ്റ്റ്, അടുത്തത് ഒരു സ്മാർട്ട് വാച്ചിന്റെ കേസും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. അതിലെന്താ പറയണേ, 30% ആ പറഞ്ഞേ. ഇവിടെ 10% കുറച്ചു, 20% കുറച്ചു. ഇനി ഇവിടെ എന്താണ്, 30% കൊടുക്കാം, കുറവിൽ കൊടുക്കാം എന്നാ പറയണേ. അപ്പൊ കുറവ് എത്രയാ, 100ലാണ് ശരിക്കും ഒറിജിനല്. അതിൽ നിന്ന് 30% മൈനസ് ചെയ്തപ്പോ 70% ആണ് എന്ന് വെച്ചാൽ ഈ എമൗണ്ടിന്റെ 70%ലാണ് അവൻ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ, ഓക്കെ ആയോ? 12,000 70%. അവൻ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. 70/100 into 12,000. 12,000 ഒരു സീറോ കൂടി പോയാ നോക്കണേ. ആവശ്യത്തിൽ എഴുതിയപ്പോ 12,000 ഒരു സീറോ ആഡ് ചെയ്ത് പോയി, കൂടിപ്പോയിണ്ടേ. ശരിയാക്കി കേട്ടാ. ഇപ്പൊ ശരിയായി, സെറ്റായില്ലേ? യെസ്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ 2 സീറോ ഉണ്ട്, ഇതിലും 2 സീറോ ഉണ്ട്. നമ്മൾ എക്സാം എഴുതുമ്പോഴും നമ്മൾ ആവശ്യത്തിൽ 2 സീറോ ക്യാൻസൽ കൂടിക്ക് പോവും, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി 12 into 7 എന്താ ചെയ്യുക, 12 into 7. ആദ്യം 7 into 2 14 ആണ്, റിമൈനിങ് 1 വരുന്നുണ്ട്. 1 into 7 7 ആണ്, 7 into 1 8. അപ്പോ 8 4 2 സീറോ കൂടെ ആഡ് ചെയ്യാണ്ട് അല്ലെ, 2 സീറോ കൂടെ ആഡ് ചെയ്യുക. 8,400 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ശരിയാണോ എന്ന് നോക്കൂ. ശരിയല്ലേ? ഓക്കെ, ശരിയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് പോവാം. യെസ്, ദ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബാങ്ക് ഈസ് 9%. അപ്പൊ ഇത്ര നേരം നമ്മൾ ചെയ്തതെന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം
ഇത്ര നേരം നമ്മൾ ചെയ്തത് ഡിസ്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ 6th പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എ ബാങ്ക് ഈസ് 9%. ഒരു ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബാങ്കിന്റെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 9% ആണ്. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ പേഴ്സൺ ഇൻവെസ്റ്റ് 7,500 rupees ഫോർ 1 year. അവൻ എന്ത് ചെയ്തു? ഒരു വർഷത്തേക്ക് എന്നുള്ള രീതിയിൽ ഒരു വർഷത്തേക്ക് 7,500 rupees അവൻ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമറിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കും, ശരിയല്ലേ? അപ്പൊ അവനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ എമൗണ്ട് കൊടുക്കും. നീ എത്രയാണോ നിക്ഷേപിച്ചത് അതിന്റെ ഒരു 9% അല്ലെങ്കിൽ 10% കൂടുതൽ തരും എന്നുള്ള രീതിയിലൊക്കെ ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെ? അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടൂടാ, ആ ബാങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ, പലിശ കിട്ടും എന്നൊക്കെ പറയുമ്പോഴല്ലേ ആൾക്കാർ വരിക. അങ്ങനെയാണിത്. അപ്പൊ അത് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കൂടുതൽ കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുക. ബാങ്കിൽ എന്ന് പറയുമ്പോൾ കൂടുതൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആഗ്രഹിക്കുക, അല്ലെ? അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയാണ്. അതൊരു വർഷം കഴിയുമ്പോൾ കൂടുകയാണ്, ഈ എമൗണ്ടിന്റെ കൂടെ കൂടി തരും, അല്ലെ? ഇത്രയും. അപ്പൊ ഇത്ര ഓക്കെ ആയോ? സെറ്റ് ആയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ 100% ആണ് നമ്മൾ ആ ആള് നിക്ഷേപിച്ചിട്ടുള്ള എമൗണ്ട്. അതിന്റെ കൂടെ എത്ര കൂടി വരും? 9 കൂടി വരും. ദാറ്റ് മീൻസ് 100% ആണ് അവൻ നിക്ഷേപിച്ച എമൗണ്ട്. അതിന്റെ കൂടെ 1 year കഴിയുമ്പോ ഒരു 9% കൂടി കൂടുതൽ തരാടാ എന്ന് പറയുമ്പോ കുറയല്ലോ, കൂടുതലല്ലേ? അപ്പൊ 109% ആവും, അല്ലെ? ഇൻട്രസ്റ്റ് ഒക്കെ കൂടുമ്പോ അവന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കൂടുള്ളൂ, അല്ലെ? അപ്പൊ 109% ആണ് ഇനി അവന് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാം. ഓക്കെ, അപ്പൊ ആഫ്റ്റർ 1 year amount equal to 109/100 into എന്ത് എഴുതാം? 7,500 എന്ന് എഴുതാം. കാരണം 7,500ന്റെ 109% നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എങ്ങനെ എഴുതേണ്ട? 109 ഓഫ് 7,500 ഈക്വൽ ടു പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതണ്ട. സ്റ്റെപ്പ് കുറയ്ക്കല്ലേ നമുക്ക് വേണ്ടത്. ഇനി എന്ത് ചെയ്യും? എന്തിലെ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ 0 വെട്ടാൻ പറ്റുമോ? നമുക്ക് ആവശ്യമില്ല. നമുക്ക് വെട്ടേണ്ട ആവശ്യമില്ല. 2 0 ക്യാൻസൽ ചെയ്തു. ഈ 0 വെട്ടുമോ? ഇല്ല. അങ്ങനെ ചെയ്യരുത് കേട്ടോ, അതതിന്റെ ഉള്ളിലാണ്. അപ്പൊ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യാം. ആ ആൻസർ കിട്ടാന്നല്ല ഉദ്ദേശിച്ചത്. ആൻസർക്ക് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒന്നും കൂടി എടുത്ത് എഴുതാം. 109 into 75 എന്ന് ഒന്നും കൂടി എടുത്ത് എഴുതാം. ഇനി എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യാം. വേറെ എന്താ ചെയ്യാനുള്ളത്? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. 109 into 75. 9 into 5 45. 0 into 5 4, അല്ലെ? 0 into 5 5 ആണ്, 0 ആണ്. ദെൻ ഒരു 4 കൂടി ആഡ് ചെയ്താൽ 4 വരും, ശരിയല്ലേ? 0 into 5 ഒന്നുകൂടി പറയാം. 0 into 5 0 ആണ്. 0 plus 4 4 ആണ്. 1 into 5 5. 1 into 5 5. ഇനി എന്ത് ചെയ്യണം? ഇതേപോലെ 9 into 7. 9 into 7 എന്താ? 9 into 7 763 ആണ്, അല്ലെ? അപ്പൊ 3 6 ഇവിടെ ഇരിക്കട്ടെ, റിമൈൻഡർ. ഇനി 7 into 0 0, പിന്നെ 6 ചെയ്ത, അല്ലെ? 0 plus 6 6 അല്ലേ? പിന്നെ 7. അപ്പൊ ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഇതൊക്കെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ എന്താ വരിക? നോക്കാം. ഒരു 5 ഉണ്ട്, 7 ഉണ്ട്, 1 ഉണ്ട്, അല്ലെ? 5 plus 6 11 അല്ലേ? ഒരു റിമൈൻഡറും വരും. 1 plus 7 8. അപ്പൊ 8175 8175 ആണ് ആൻസർ കിട്ടുന്നത്. കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയോ? അപ്പൊ ഇവിടെ കിട്ടിയ ആൻസർ 8175 ആണ്.
ഓക്കെ ആയോ? സിമ്പിൾ ആണ് അല്ലേ? എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഇനിയും ഇട്ടിട്ടുള്ളത്. നോക്കിയൊക്കെ, അവിടെ നമുക്ക് 9% ആണെങ്കിൽ ഇവിടെ നമ്മളത് 8% ആണ്. ഈ ബാങ്ക് അപ്പോ ആനുവൽ ഇൻട്രസ്റ്റ് കുറവാണ് അല്ലെ. പക്ഷെ നിക്ഷേപിച്ച എമൗണ്ടും അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിലും മാറ്റമുണ്ട്. 35,000 ആയി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? ആഫ്റ്റർ 1 ഇയർ എമൗണ്ട് പറഞ്ഞിട്ട് എഴുതാം. ഇതേപോലെ ആഫ്റ്റർ 1 ഇയർ, 1 ഇയർ എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ എന്ന് എഴുതിക്കോളൂ കേട്ടോ. എഴുതണോ? ആഫ്റ്റർ വെയിറ്റ് ആഫ്റ്റർ 1 ഇയർ എമൗണ്ട്, ആഫ്റ്റർ 1 ഇയർ എമൗണ്ട്. ഓക്കെ, ആഫ്റ്റർ 1 ഇയർ എമൗണ്ട് ഈക്വൽ ടു 8% അല്ലെ. പക്ഷെ ഇവിടെ 8% നമ്മൾ വെച്ചിട്ട് കാണേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ. 100% ആണ് ഈ എമൗണ്ട്, അതിന്റെ കൂടെ 8% കൂട്ടുക. അപ്പൊ എന്താ വരിക? 108 ഓഫ് ഏത് റുപ്പീസിന്? 35,000. ഇനി ഓഫ് എന്ന് പറയുമ്പോ അത് നമുക്കറിയാം ബൈ 100 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും, ശരിയല്ലേ? 100ൽ 108 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാറ്റി എഴുതാറുണ്ട്. അതിങ്ങനെ തന്നെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. 35,000. ഇനി ഇവിടെ 2 0 ഉണ്ട്, ഇതിലും 2 0 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. അവർ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ എത്തിക്കുക കേട്ടോ. 108 into 350 അല്ലെ. ഇതുവരെ എത്തിച്ച ഒരാൾക്ക് ലാസ്റ്റ് ആൻസർക്ക് എത്താൻ പറ്റും കേട്ടോ. ഞാൻ ഇതിലെ ആൻസർ മാത്രം എഴുതിട്ടുണ്ട്. കിട്ടിയത് എങ്ങനെയാന്നുള്ളത് അടുത്തതിൽ എഴുതി തരാം. ഇപ്പൊ ഇതിൽ സ്പേസ് കാണുന്നില്ല, അപ്പൊ എന്തായാലും എഴുതി തരൂ കേട്ടോ. ആൻസർ എനിക്ക് കിട്ടിയത് 37800 ആണ്. ഓക്കെ, ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? 108 into ഏതൊക്കെയായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 350 ആണ് അല്ലെ. നമുക്ക് 350 ആ 0 നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. 350 0 ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എൻഡിലെ 0 അല്ലേ, നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ, മറക്കണ്ട. ലാസ്റ്റ് ആഡ് ചെയ്യാൻ മറക്കരുത്, അവിടെ പ്രശ്നം വരിക. നമ്മളൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ ചെയ്യും, പക്ഷെ ആഡ് ചെയ്യാൻ മറക്ക് പോകും. അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞാൽ ആൻസർ മൊത്തം പോയില്ലേ. 8 into 5 എന്താ? 8 into 5 40 ആണ് അല്ലെ. റിമൈനിങ് 4 ഉണ്ട്. 0 into 5 0 ആണ്. പിന്നെ പ്ലസ് 4 ചെയ്യുമ്പോൾ 4 വരും. പിന്നെ 1 into 5 5. അതുപോലെ 8 into 3 24. റിമൈനിങ് 2 വരും. പിന്നെ 3 into 0 0 plus 2 2. 1 into 3 3. For answer 0 8 7 3. ഒരു 0 ആഡ് ചെയ്യാനില്ലേ, ആ 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 37800 37,800 വരും. ശരിയായോ? സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ. എന്ത് ഈസിയാ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെയാണ്, എന്താണ് ഇവിടെ കുറയാണോ കൂടുതലാണോ ചെയ്യാന്ന് നോക്കാം. അപ്പൊ 100% കുറയാണെങ്കിൽ കുറച്ച് കൊടുക്കുക, എത്ര കുറയണോ അത്രയും കുറയ്ക്കുക. കൂടുകയാണെങ്കിൽ 100% അത്രയും കൂട്ടി കൊടുക്കുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര എമൗണ്ട് ആണ്, ഒറിജിനൽ എമൗണ്ട് എന്താണോ അതിൽ നിന്ന് അതിന്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. എന്ത് എളുപ്പം അല്ലെ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ലേ? ചെയ്തു നോക്കൂട്ടാ. നെക്സ്റ്റ്, ഓഫ് ദി 50 ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ 20% ആർ മെയിൽ. അപ്പൊ നമുക്ക് കിട്ടിയത് സ്കൂളില് 50 ടീച്ചേഴ്സ് ഉണ്ട്, അതിൽ 20% എന്താണ്? മെയിലാണ്. ഓക്കെ, 20% ടീച്ചേഴ്സ് എന്താണ്? മെയിലാണ്. ഹൗ മെനി ഫീമെയിൽ ടീച്ചർ ആർ ദർ ഇൻ ദ സ്കൂൾ? ഈ ക്വസ്റ്റ്യനില് മെയിലിന്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫീമെയിൽ അപ്പൊ എത്ര വരും? 100% ആണ്. അവിടെ 100% ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ. 100% എന്ന് പറയുമ്പോൾ 50 ടീച്ചേഴ്സ് ഉണ്ട്. 100% എന്ന് പറയുമ്പോൾ എന്താണ്? 50 ടീച്ചേഴ്സ് ആണ് അല്ലെ. അതില് 20% മെയിൽ ആണെങ്കിൽ എത്ര പെർസെന്റേജ് അപ്പൊ ഫീമെയിൽ വരിക? 100 minus 20. ചെയ്യാതെ തന്നെ ആൻസർക്ക് എത്തിയിട്ടുണ്ടാവും കുറെ പേര് അല്ലെ. എത്തിയില്ലേ? 100% കിട്ടണമെന്നുണ്ടെങ്കിൽ 20യുടെ അപ്പൊ എത്ര ആഡ് ചെയ്യണം?
80 ആ രീതിയിൽ തിങ്ക് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അതല്ല 120 മൈനസ് ഇത് കഴിഞ്ഞാൽ എന്താണ് ഫീമെയിൽ എത്ര വരും എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ 80% ഫീമെയിൽ ആണ്, 80%ഉം എന്താണ് ഫീമെയിൽ ടീച്ചേഴ്സ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ദ ടീച്ചേഴ്സ് എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇപ്പോ 50 എന്ന് പറയുമ്പോൾ 100 ആണ്, 100% ആണ്, അതിന്റെ 80% കാണാം. ഓക്കെ, 50യുടെ 80% കാണാം. അപ്പൊ 80% ഓഫ് 50 കാണാം. അപ്പൊ ആൻസർ എന്താ വരിക, 80 ബൈ നമ്പർ ഓഫ് ഫീമെയിൽസ് കാണാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. ഫീമെയിൽ ടീച്ചേഴ്സ് ഈക്വൽ ടു പറഞ്ഞിട്ട് കൊടുത്തോളൂ, മറക്കണ്ട. ഫീമെയിൽ ടീച്ചേഴ്സ് ഈക്വൽ ടു 80 ബൈ 100 ഇൻറ്റു 50. ഇനി സീറോസ് കിട്ടാൻ പറ്റുമോ നോക്കാം. ഇവിടെ 2 0 ഉണ്ട്, ഞാൻ ആദ്യം തന്നെ വെട്ടിയതല്ല, ഞാൻ കണ്ടു മുൻകൂട്ടിയിട്ട്. 80യുടെ അവിടെ ഒരു 0 ഉണ്ട്, 50യുടെ അവിടെ ഒരു 0 ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വെട്ടിയത് കേട്ടോ. ആദ്യം തന്നെ വെട്ടി വെച്ചിട്ട് തെറ്റിക്കണ്ട. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കാം എൻ്റെ സീറോസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ വെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അത് നമ്മൾ പഠിച്ചതാണ് ഡെസിമൽ ഫോം എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ട് കേട്ടോ. 8 into 5 എന്താ, 8 into 5 അല്ലെ, 8 into 5 40 ആണ്. അപ്പൊ 40 ഫീമെയിൽ ടീച്ചേഴ്സ് ആണുള്ളത്. ഇനിയിപ്പോ മെയില് ചോദിച്ചാൽ ഇനിയിപ്പോ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 50 ആണ് ടോട്ടല്. അതൊന്ന് 40 മൈനസ് ചെയ്താൽ വരെ എന്താ വരിക, 50 40 മൈനസ് ചെയ്ത 10. അപ്പൊ 10 മെയിൽ ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. മെയില് ടീച്ചേഴ്സ് 10 ആണ്. ടീച്ചേഴ്സ് മെയിൽ ടീച്ചേഴ്സ് 10 ആണ് ഉള്ളത് കേട്ടോ. ഇതേപോലെ ചെയ്യാൻ എന്ത് എളുപ്പ. നെക്സ്റ്റ്, $50 kids look an exam and 62% of them got A grade. How many are they? ഒരു ഇപ്പൊ നമ്മുടെ സ്കൂളിലായാലും ഏത് സ്കൂളിലായാലും ഒരു കുറച്ച് കിഡ്സ് എന്ത് ചെയ്യുന്നു, എക്സാം എഴുതുന്നു, അതിലൊരു കുറച്ച് പേര് എ ഗ്രേഡ് മേടിക്കുന്നു. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൊത്തം 2050 കിഡ്സ് ആണുള്ളത്. അവർ എക്സാം എഴുതിയിട്ടുണ്ട്, അതിൽ 62% എന്ത് ചെയ്തു, എ ഗ്രേഡ് മേടിച്ചു. എത്ര പേരാ എ ഗ്രേഡ് മേടിച്ചെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല, പെർസെന്റ് മാത്രമേ തന്നിട്ടുള്ളൂ, പെർസെന്റേജ് മാത്രം. അപ്പൊ എന്താ ചെയ്യാ, ഒന്നുമില്ല, 2050 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2050 62% എത്രയാ നോക്കാം. ഇതിന്റെ 62% എത്രയാ നോക്കാം. അതല്ല നമ്മൾ ചെയ്യാറ്, അതന്നെ ചെയ്യാറ്. ഓക്കെ, അപ്പൊ എ ഗ്രേഡ് ഗോട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, വിച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗോട്ട് എ ഗ്രേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ല എഴുതി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗോട്ട് എ ഗ്രേഡ് അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 62 by 100 ഇൻറ്റു 62% പറഞ്ഞാൽ 62 by 100 ആണല്ലോ, നമ്മൾ പഠിച്ചില്ലേ. ഇനി 2050 എന്ന് ചെയ്യാം. സെറ്റായോ? സെറ്റ്. ഇനി ഇവിടെ ഒരു 0 നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളൂ, പിന്നെ ഉള്ളത് ഉള്ളിലാണ്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പാടില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഇനി 62 ഇൻറ്റു എന്ത് വരും, 2000 ഇനി വരില്ലല്ലോ, 205 അല്ലേ വരിക, ബൈ 10. ഇത് ചെയ്ത ആൻസർ കിട്ടും. ഇപ്പൊ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 12710. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,710 ബൈ 10. ഇനി ഇവിടെ ഒരു 0 കൂടി ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. അപ്പൊ അവരുടെ ആൻസർ 1271 ആണ് കിട്ടിയത്. ശരിയായോ നോക്കുക കേട്ടോ, ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ, ചെയ്ത് നോക്കണം. ഒന്നുമില്ല, 62% ആണ് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം കാണണമെങ്കിൽ 62% വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ 62% എന്തിന്റെ നോക്കുക, 2050 നോക്കുക. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആൻസർ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണോ എന്ന് നോക്കാം, ചെക്ക് ചെയ്യണം. ചെയ്ത് നോക്കിയാലല്ലേ കിട്ടുള്ളൂ, ചെയ്ത് നോക്കാം കേട്ടോ. ഇനി മൾട്ടിപ്പിൾ ചെയ്തത് ഒന്ന് ചെയ്തുതരാം, മൾട്ടിപ്പിൾ ചെയ്തത് ചെയ്തുതരാം കേട്ടോ. 205 ഇൻറ്റു 62 മൾട്ടിപ്ലൈ ചെയ്തത് എങ്ങനെയാണ് ചെയ്തുതരാം. 2 into 5 10, റിമൈനിങ് 1. 0 into 2 0 plus 1
അല്ലെ, ഒരു 1 അല്ലേ ഇയാളത്. പിന്നെ 2 into 2 4 ആണ്. 6 into 5 30 അല്ലേ, 30. പിന്നെ റിമൈനിങ് 3 ഉണ്ട്, അത് ഇവിടെ തൽക്കാലം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 0 into 6 0 plus 3 അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്തോളൂ കേട്ടോ, വെട്ടിട്ടുള്ളൂ. നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ. 0 into 6 plus 0 into 6 0 ആണ്, 6 അല്ല. 0 plus 3 3. 2 into 6 12 അല്ലെ, 12. 0 1 7 2 1. എനിക്ക് കിട്ടിയ ആൻസർ 12710 ആണ്. ഇനി ഇത് എന്ത് ചെയ്യാനുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്യാനുണ്ടായിരുന്നു അല്ലെ. ഡിവൈഡഡ് ബൈ 10 ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു. അപ്പൊ ആൻസർ 1271. എനിക്ക് കിട്ടിയ ആൻസറും അത് തന്നെയായിരുന്നു. നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ. മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക, ചെയ്തത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ചെയ്തു നോക്കണം. അതാ ഞാൻ പറയണത്, നിങ്ങൾ ചെയ്തു നോക്കൂ കേട്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് പറയാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ കേട്ടോ. ഗ്രൂപ്പിന്റെ യൂട്യൂബിന്റെ അടിയിൽ കമന്റ് ബോക്സ് ഉണ്ടല്ലോ, അതിൽ പറയാ കേട്ടോ. നെക്സ്റ്റ് ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പലരും തെറ്റിച്ച് വെക്കുന്ന കാണാനുണ്ട്. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാ? ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഇതൊക്കെ ഒരു കോമ്പൗണ്ട് ആണ്. ആ കോമ്പൗണ്ടില് എന്തുണ്ട്, കുറേ ട്രീസ് ഉണ്ട്, കോക്കനട്ട് പാംസ് ഉണ്ട്. അപ്പൊ അത് എന്തായാലും പറയുന്നത് കോമ്പൗണ്ടിലുണ്ട്. എത്ര എണ്ണം ഉണ്ട് എന്ന് പറയുന്നുണ്ട്? 32 ആണ്. 32 ഉണ്ട് കേട്ടോ. 32 എണ്ണാണ് ഇതിലുള്ളത് കണ്ടോ. 32 എണ്ണം ഇതിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, 32 എണ്ണം ഞാൻ ഡോട്ടൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ 32 ഉണ്ട് എന്നുള്ളത് സങ്കല്പിക്കാം. സപ്പോസ് ദിസ് ഇസ് എ 50% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇൻ എ കോമ്പൗണ്ട്. ഇത് എന്തേ ആവണുള്ളൂ, 100% എന്നല്ല പറഞ്ഞത്. 100% കൃത്യമായിട്ട് പറയണ്ടോ? ഇല്ല. ഇത് ഈ കോമ്പൗണ്ടിലെ എത്രയായിട്ടുള്ളൂ, 50% മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ അല്ലെ. 50%ന്റെ കണക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അപ്പൊ 100%ന്റെ കണക്ക് കിട്ടാൻ എന്താ ചെയ്യാ, 100 കിട്ടാൻ എന്ത് ചെയ്യാ, 50 plus 50 അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം 32 plus 32 ചെയ്യണം. 32 plus 32 64. അപ്പൊ ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്തു ഞാൻ, 32 into 2 ചെയ്തു. ആൻസർ 2 times 32. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആക്കാൻ ആലോചിച്ചാൽ 50 into 2 ചെയ്താലാണ് എന്താവുള്ളൂ, 100 ആവുള്ളൂ. അത് തന്നെ നമ്മുടെ എമൗണ്ടില് നമുക്ക് കിട്ടിയ ട്രീ എന്ന് പറയുന്നത് 50%ന്റെ ട്രീ എന്ന് പറയുന്നത് 32 അല്ലേ. അപ്പൊ രണ്ട് സൈഡിലും ചെയ്യണം. 32 into 2 64. സിമ്പിൾ ആയിരുന്നു അല്ലെ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേ. A person spent 8,400 rupees a month for food. ഫുഡിന് വേണ്ടി മാത്രം. ചിലവര് ഫുഡിന് മാത്രം ജീവിക്കുന്നവരുണ്ട് അല്ലെ. ഫുഡ് പറഞ്ഞിട്ട്. ഇവരങ്ങനെയല്ല, ഇവര് ആ മന്ത്ലി ഏകദേശം അതുപോലെ തന്നെയാണ് അല്ലെ. മന്ത്ലി എമൗണ്ട് എത്രയാ, 100% ആണ്. അതിന്റെ 20% എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവിടെ ബാക്കി 80% മാത്രമേ ഉള്ളൂ അല്ലെ. 20% ഫുഡിന് മാത്രം മാറ്റി വയ്ക്കുകയാണ്. ശരിയല്ലേ? ശരി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, അതിന് എത്ര സാലറി കിട്ടുന്നുണ്ട് എന്നാണ് അല്ലെ. എത്ര സാലറി കിട്ടുന്നുണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയാ, നമുക്കറിയാം. 20%നെ 100 ആക്കാൻ എന്ത് ചെയ്യണം, into 5 ചെയ്യണം അല്ലെ. 20% 100 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, into 100 ചെയ്യണം. 20% ഓഫ് മന്ത്ലി ഏർണിംഗ് ആണ്. അത് എത്രയാണ് നമുക്ക് അറിയാം, 8,400 ആണ്. അതിന്റെ കൂടിയും എന്ത് ചെയ്യണം, into 5 ചെയ്താൽ മതി. അപ്പോ നമുക്ക് എന്ത് കിട്ടും, മന്ത്ലി സാലറി അല്ലെ. ശരിയല്ലേ? അപ്പൊ എനിക്ക് ആൻസർ എന്താ വരിക, 42,000 42,000 ആണ് കിട്ടുക. ഇതേ ഒരു വെയില് ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളൂ, കുറവാണെങ്കിൽ കുറവ്, കൂടുതലാണെങ്കിൽ കൂടുതൽ. അപ്പൊ 100% ആണ് നമ്മുടെ വില്ലൻ അല്ലെ. ഇതിൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു ലോജിക്ക് വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറെ പെർസെന്റേജ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ ചെയ്യുക, അതെന്താണ്. അപ്പൊ ഒന്ന് ലോജിക്ക് വെച്ചിട്ട് ആലോചിക്കുക. ഇവര് കൃത്യമായിട്ട് പറയുന്നുണ്ട് 20% ആണ് മന്ത്ലി സാലറിയുടെ 20% ചെലവാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മന്ത്ലി സാലറി എത്ര, അല്ലെങ്കിൽ മന്ത്ലി എത്ര ഏൺ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20% എന്ന് പറയുമ്പോൾ 5 times ചെയ്യുമ്പോഴാണ് 100%. അവന്റെ 100% ആണ് അവന്റെ സാലറി അല്ലെ. 100% എത്തണമെന്നുണ്ടെങ്കിൽ 5 times ചെയ്യണം. 20.
അപ്പൊ ഈ ഒരു കിട്ടിയ എമൗണ്ടിന്റെ 5 ടൈംസ് ചെയ്ത ആൻസർ കിട്ടില്ലേ? കിട്ടും. ഇതേപോലെ തന്നെയായിരുന്നു ഇതും. 50% എന്ന് പറയുമ്പോൾ 50 ചെയ്യുമ്പോൾ 100 കിട്ടുക. അപ്പൊ 2 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവന്റെ ടോട്ടൽ കോക്കനറ്റ് എത്ര ഉണ്ടായിരുന്നു എന്ന് കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യനും കൂടി തരാം. എ ബൈസിക്കിൾ ഒറിജിനലി പ്രൈസ്ഡ് അറ്റ് 8,000 rupees now sold for 5% ലെസ്. അപ്പൊ ഇവിടെ കുറവാണ് ഉണ്ടായത് അല്ലെ? 100% നിന്ന് എത്ര കുറയണു? 5% കുറയണു. ഞാൻ തന്നെ അതിന് ട്രിക്ക് എളുപ്പവഴി അല്ലെങ്കിൽ ഒരു ക്ലൂ തന്നിരുന്നു. ക്ലൂ തരികയാണ്. അപ്പൊ 100% നിന്ന് 5% മൈനസ് ചെയ്യുന്നു. എന്നിട്ട് ഒറിജിനൽ പ്രൈസിന്റെ കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കറന്റ് പ്രൈസ് കിട്ടും. ഇത് ഓൾറെഡി പറഞ്ഞു. ഇത് എങ്ങോട്ടാ പോണേ? ഡിസ്കൗണ്ട് കാണുന്നു. കാണേണ്ട ആവശ്യമുണ്ടോ സെപ്പറേറ്റ്? ഇല്ല. ഡിസ്കൗണ്ട് കാണേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിസ്കൗണ്ട് കാണാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർക്ക് എത്താം. അപ്പൊ എന്ത് ചെയ്യണം? 100 മൈനസ് 5 ചെയ്തിട്ട് അപ്പൊ 95 വരും. 95 into 8,000 ചെയ്താൽ മതി അല്ലെ? ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാലോ? ചെയ്തിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, മന്ത്ലി സാലറി ഓഫ് എ പേഴ്സൺ വാസ് 20,000 rupees ലാസ്റ്റ് ഇയർ. ദിസ് ഇയർ ഹി ഗോട്ട് 6% റൈസ്ഡ്. അപ്പൊ ഇതെന്താണ്? കൂടുതലാവുക ചെയ്ത് അല്ലെ? 100% ഒന്നും കൂടി. അപ്പൊ മന്ത്ലി സാലറി എത്ര വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചെയ്യാലോ? ചെയ്തിട്ട് അയക്കിട്ടോ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് ഹോംവർക്ക് ഉള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും നല്ല മാർക്കോടെ സ്കോർ ചെയ്യാം കേട്ടോ.